ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിന്നേഴ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വാസി ഹിസ്റ്ററിയെ പറ്റിയാണ് പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനുള്ളത് പാസ്റ്റ് ആൻഡ് ഹിസ്റ്ററി, ഡിഫറൻസിയേഷൻ ആൻഡ് കൺസെപ്റ്റുവലൈസേഷൻ. അതായത് ഭൂതകാലവും ചരിത്രവും, വ്യതിരിക്തതയും ആശയവൽക്കരണവും. ഈ ഭൂതകാലവും ചരിത്രവും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഡിഫറൻസ് എന്തൊക്കെയാണ്, അതിനെ പറ്റിയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഹിസ്റ്ററി പഠിക്കുന്ന കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നോക്കുക. കഴിഞ്ഞു പോയ കാലങ്ങളിൽ മനുഷ്യൻ ചിന്തിച്ചതും പറഞ്ഞതും പ്രവർത്തിച്ചതും അനുഭവിച്ചതുമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന മനുഷ്യാനുഭവങ്ങളുടെ സമഗ്രമായ പഠനമാണ് ചരിത്രം ലക്ഷ്യമാക്കുന്നത്. അതായത് ഇപ്പോൾ പണ്ട് കാലത്ത് മനുഷ്യന്മാർ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് താജ്മഹലിൻ്റെ വിഷയം എടുക്കുക. മുംതാസിന് വേണ്ടി ഷാജഹാൻ താജ്മഹൽ പണിതു. അപ്പോൾ അതൊരു ചരിത്രമായി. അപ്പോൾ മനുഷ്യൻ നിർമ്മിച്ച കാര്യങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യൻ ചെയ്ത കാര്യങ്ങൾ, അതിനെ പറ്റിയുള്ള ഒരു പഠനമാണെന്ത് ഈ ഒരു ചരിത്രം. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഈ ഒരു മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ, അവർ ചിന്തിച്ച കാര്യങ്ങൾ, അനുഭവിച്ച കാര്യങ്ങൾ, അതിനെ പറ്റിയാണ് ഈ ഒരു ചരിത്രം ലക്ഷ്യമാക്കുന്നത്. അതിൻ്റെ പഠനമാണ് ചരിത്രം ലക്ഷ്യമാക്കുന്നത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് നോക്കുക. ചരിത്രം എഴുതുമ്പോൾ ഭൂതകാലത്തിൻ്റെ എന്തെങ്കിലും അടയാളങ്ങൾ വർത്തമാനകാലത്ത് ലഭ്യമല്ലെങ്കിൽ അവ സംഭവിച്ചിട്ടില്ലെന്ന് കണക്കാക്കും. അതായത് ഭൂതകാലത്ത് സംഭവം നടന്നിട്ടുണ്ട്, പക്ഷേ സംഭവം നടന്നിട്ടും അതിൻ്റെ തെളിവ് നമുക്ക് ലഭ്യമല്ലെങ്കിൽ, അതായത് ഇപ്പോൾ പണ്ട് കാലത്ത് ഇപ്പോൾ ഒരു കോട്ടയിലാണ് അവർ ജീവിച്ചതെന്ന് നമുക്കൊരു അനുമാനമുണ്ട്. പക്ഷേ അവർ കോട്ടയിൽ ജീവിച്ചിരുന്നതിന് നമുക്കൊരു തെളിവ്, ആ ഒരു കോട്ട നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിഗമനത്തിലെത്തുക അവരങ്ങനെ ജീവിച്ചിട്ടില്ല, കോട്ടയിൽ ജീവിച്ചിട്ടില്ല എന്നുള്ളതായിരിക്കും. അപ്പോൾ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് നമുക്ക് തോന്നിയ പോലെ നമുക്ക് പറയാൻ പറ്റുമല്ലോ, ചരിത്രമാണല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ചരിത്രരചനാ ശാസ്ത്രമാണ്. അപ്പോൾ അതിനൊരു ചരിത്രം രചിക്കുന്നതിന് രീതിയുണ്ട്. അപ്പോൾ അതിൻ്റെ തെളിവുകൾ കൃത്യമായിട്ട് നമുക്ക് ലഭ്യമായാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുകയുള്ളൂ, അതിനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയുള്ളൂ. ആ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു ഭൂതകാലവും അതുപോലെ തന്നെ ഒരു ചരിത്രവും തമ്മിലുള്ള ഡിഫറൻസ്. ഭൂതകാലത്തിൽ എല്ലാ കാര്യങ്ങളും സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും, പക്ഷേ നമ്മൾ ചരിത്രം രചിക്കുമ്പോൾ നടന്ന കാര്യങ്ങൾ കൃത്യമായ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നതിന് അടിസ്ഥാനമാക്കി മാത്രമായിരിക്കും നമ്മൾ ചരിത്രം രചിക്കുക. പിന്നെ അടുത്ത പോയിന്റ് നോക്കുക. ഭൂതകാലം അവശേഷിപ്പിച്ച അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ വർത്തമാനകാലത്ത് ചരിത്രകാരൻ നിർമ്മിച്ചെടുക്കുന്നതാണ് ചരിത്രം. നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് നമ്മളിപ്പോൾ ചരിത്രം രചിക്കുമ്പോൾ ഭൂതകാലത്ത് നടന്നൊരു സംഭവത്തിൻ്റെ ഒരു തെളിവ് ലഭിച്ചാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുകയുള്ളൂ, ഈ ഒരു ചരിത്രം രചിക്കുകയുള്ളൂ, ആ ഒരു ചരിത്രത്തെ രേഖപ്പെടുത്തുകയുള്ളൂ. അടുത്ത പോയിന്റ് നോക്കുക. അധികാരി വർഗം അധികാരത്തെ ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്നു. അതായത് ഈ ഒരു ചരിത്രങ്ങൾ പല ആളുകളും, അതായത് പല രാജാക്കന്മാരും, പല ഗവൺമെൻറ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പലരും തങ്ങളുടെ അധികാരത്തെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ പണ്ട് കാലത്ത് ഇങ്ങനെ തലമുറകളായിട്ട് ഇങ്ങനെ ഈ ഒരു ഭരണം കൈമാറി വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു രാജാവ് ഉയർന്നു വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, നോക്കൂ, അതായത് ഇവിടെ എനിക്കെന്താണ്, എൻ്റെ ഈ ഒരു അധികാരം എനിക്ക് പരമ്പരാഗതമായി കിട്ടിയതാണ് എന്നുള്ള ആ രീതിയിൽ വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഓരോ രാജാക്കന്മാരും അവരുടെ അധികാരത്തെ ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു തെറ്റ് സംഭവിച്ചു പോയി രാജാവിൻ്റെ, പക്ഷേ അവർ എന്താവും, ആ ഒരു ചരിത്രത്തെ മാറ്റി എഴുതും. അതായത് അവർക്ക് അനുകൂലമായി, അത് തെറ്റ് സംഭവിച്ചിട്ടില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ഗുജറാത്ത് കൂട്ടക്കൊല, അതായത് നമുക്കറിയാം 2002 നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടന്നതാണ് ഗുജറാത്ത് കൂട്ടക്കൊല. അല്ലെങ്കിൽ നരേന്ദ്രമോദി പറയുന്നത് എനിക്കതിൽ പങ്കില്ല എന്നാണ്, പക്ഷെ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും, പക്ഷേ ഒരു തെളിവ് അതിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മോദിക്ക് അനുകൂലമായിട്ട് ആ ചരിത്രത്തെ മാറ്റിയെടുത്തു. അപ്പോൾ ഇത്തരത്തിൽ രാജാക്കന്മാർ, അതായത് അധികാരികൾ എന്താവും, അവർക്ക് അനുകൂലമായിട്ട് അവരുടെ ഈ ഒരു ചരിത്രത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് വേറൊരു പോയിന്റ്. പിന്നെ അതുപോലെ തന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഭൂതകാലം ഒരിക്കലും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നില്ല, മറിച്ച് ഭൂതകാലത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അതായത് ഭൂതകാലം ഒരിക്കലും ചേഞ്ച് ആവില്ല, കാരണം അത് നടന്നുപോയ സംഭവങ്ങളാണ്. അതായത് ഇപ്പോൾ ഒരാളെ കൊന്നു, അതിപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് അയാൾ കൊന്നിട്ടില്ല, അയാൾ ജീവിച്ചിരിപ്പുണ്ട് അങ്ങനെ പറയില്ലല്ലോ. അതായത് സംഭവിച്ചു പോയ കാര്യങ്ങളാണ് ഈ ഒരു ഭൂതകാലത്ത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് സംഭവിച്ചിട്ടില്ല എന്ന് പറയൽ നമുക്കൊരിക്കലും ബുദ്ധിക്ക് യോജിച്ച കാര്യങ്ങളല്ല. പക്ഷേ ആ ഒരു സംഭവിച്ചു പോയ കാര്യങ്ങൾ, അതിനെ പറ്റിയുള്ള വ്യാഖ്യാനങ്ങൾ ഒരുപക്ഷെ മാറിക്കൊണ്ടിരിക്കും. അതായത് ഇന്നിപ്പോൾ അയാൾ നടന്നു പോകുമ്പോൾ കൊന്നതാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് വേണമെങ്കിൽ എന്ത് പറയാം, അയാൾക്ക് കിട്ടുന്ന തെളിവിനനുസരിച്ച് അയാൾ നടന്നു പോകുമ്പോഴല്ല, അയാൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, രണ്ടുപേരും ഇരിക്കുമ്പോൾ കൊന്നതാണ്, അങ്ങനെ പറയാം. അപ്പോൾ ഇത്തരത്തിൽ കഴിഞ്ഞു പോയ കാലം, ഭൂതകാലത്ത് സംഭവിച്ചു പോയ ഒരു കാര്യത്തെ പറ്റിയുള്ള നമ്മുടെ വ്യാഖ്യാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഭൂതകാലത്ത് കഴിഞ്ഞു പോയ സംഭവങ്ങൾ അതേപോലെ അവിടെ നിലനിൽക്കും എന്നുള്ളതാണ്.
പിന്നെ അടുത്ത പോയിന്റ് പറയാനുള്ളത് ഭൂതകാലത്തിൻ്റെ അടയാളങ്ങൾ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഭൂതകാലത്ത് സംഭവിച്ചു പോയ കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഈ ഹരപ്പൻ സംസ്കാരം, അതുപോലെ തന്നെ സിന്ധു നദീതട സംസ്കാരം, രണ്ടും ഒന്ന് തന്നെയാണ്. ഹരപ്പൻ സംസ്കാരം, സിന്ധു നദീതട സംസ്കാരം. അപ്പോൾ ഈ സംസ്കാരം രണ്ടും ഒരു പേരാണ് അറിയുക. അതൊക്കെ നമ്മൾ ഇനി അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ ഈ ഒരു ഹരപ്പൻ സംസ്കാരം അവിടെ നിലനിന്നു എന്നുള്ളത് നമുക്ക് കണ്ടെത്തിയത് നമ്മൾ അവിടെ പോയി ഖനനം നടത്തി, അതായത് കുഴിച്ചു നോക്കി. അപ്പോൾ അവിടെ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ ഇഷ്ടികകൾ, അതുപോലെ തന്നെ അവരുടെ ഈ ഒരു നഗരത്തിൻ്റെ ഓരോരോ തെളിവുകൾ, അതൊക്കെ അവശിഷ്ടങ്ങൾ, അതൊക്കെ എന്തായി നമുക്ക് കിട്ടി. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ഹരപ്പൻ സംസ്കാരം നിലനിന്നു എന്നുള്ളതിനുള്ള തെളിവായിക്കൊണ്ട് നമ്മൾ കിട്ടിയത്. അങ്ങനെ ഹരപ്പൻ സംസ്കാരം നിലനിന്നു എന്ന് നിഗമനത്തിലെത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ താജ്മഹൽ, അത് ഭൂതകാലത്തിൻ്റെ ഒരു അടയാളമാണ്. അതായത് ഷാജഹാൻ മുംതാസിന് വേണ്ടി പണി കഴിപ്പിച്ച താജ്മഹൽ, അതുപോലെ തന്നെ ചെങ്കോട്ട, അതുപോലെ തന്നെ പല മ്യൂസിയത്തിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എന്താണ് നമ്മൾ ഭൂതകാലത്തിൻ്റെ ഒരു അടയാളങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ പല പല അടയാളങ്ങളും മായ്ഞ്ഞു പോയിട്ടുണ്ട്. അതായത് ഈ മായ്ഞ്ഞു പോയ കാര്യങ്ങൾ മായ്ഞ്ഞു പോയത് കൊണ്ടാണ് ചരിത്രകാരന്മാർക്ക് ഒറിജിനലായ രീതിയിൽ, അതായത് അവർക്ക് വേണ്ട രീതിയിൽ ഒരു ചരിത്രത്തെ രചിക്കാൻ സാധിക്കാത്തത്. ഇനി അടുത്ത പോയിന്റ് നോക്കുക. ഈ ഒരു 17-ാം നൂറ്റാണ്ടിലാണ് ചരിത്രത്തെ ഒരു അക്കാദമിക വിഷയമായി വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നത്. അതായത് ഇത്രയും നേരം നമ്മൾ ഈ ഒരു ചരിത്രവും അതുപോലെ തന്നെ ഭൂതകാലവും തമ്മിലുള്ള സാമ്യതകൾ, അതുപോലെ തന്നെ അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ചരിത്രം ഒരു അക്കാദമിക വിഷയമായി വളർന്നു വരുന്നുണ്ട്. അത് 17-ാം നൂറ്റാണ്ടിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു എൻലൈറ്റ്മെൻറ്റിൻ്റെ കാലത്താണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഫസ്റ്റത്തെ ക്ലാസ്സിൽ ഹിസ്റ്റോറിയോഗ്രഫി പഠിച്ചാൽ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ പോയി കേൾക്കുക. അതായത് ഈ ഒരു എൻലൈറ്റ്മെൻറ്റിൻ്റെ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ 17-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ചരിത്രം ഒരു അക്കാദമിക വിഷയമായി രൂപപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചരിത്രം ശാസ്ത്രീയമായ രീതിയിലൊക്കെ ഈ ഒരു എഴുതാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കുക. പഴയകാല ചരിത്ര വിഷയങ്ങൾ രാജാക്കന്മാരും രാജ്ഞിമാരുമായിരുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഒരു പഴയകാലത്തെ ചരിത്രം എന്ന് പറയുന്നത് രാജാക്കന്മാർ അവരുടെ അധികാരത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ചരിത്രത്തിലും പ്രധാനപ്പെട്ട വിഷയങ്ങൾ രാജാവിനെ പറ്റി, അതുപോലെ തന്നെ രാജ്ഞിമാരെ പറ്റി, അവരുടെ കൊട്ടാരങ്ങളെ പറ്റി, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാന വിഷയങ്ങൾ. എന്നാൽ ഇന്നത്തെ ചരിത്രത്തിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ സമൂഹത്തെ പറ്റി, സമൂഹത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചരിത്രം രചിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്ത പോയിന്റ് അതാണ് പറയുന്നത്. ഇന്നും സാധാരണ ജനങ്ങളെ പറ്റി ചരിത്രം രചിക്കുന്നു. അതായത് സാധാരണ ജനങ്ങൾ അവർ ജീവിക്കുന്ന ജീവിതം, അതുപോലെ തന്നെ അവരുടെ സമൂഹം, അവരുടെ പാർപ്പിടങ്ങൾ, വസ്ത്രങ്ങൾ, ജീവിത രീതി, അതുപോലെ തന്നെ ഉപജീവന മാർഗ്ഗങ്ങൾ, ഇതെല്ലാം ഇന്നത്തെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം ഇന്നത്തെ ചരിത്രകാരന്മാർ എന്താവുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തികൾക്ക്, അതായത് ഇപ്പോൾ പണ്ട് കാലത്ത് രാജാവ്, രാജ്ഞി, ഇങ്ങനെ വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്ക്, അതായത് സമൂഹത്തിന് മൊത്തത്തിൽ പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത്ര ഈ ഒരു ടോപ്പിക്ക് കൂടുതലൊന്നും എലാബറേറ്റ് ചെയ്ത് വലിയ നീട്ടി പരത്തി പറയാനൊന്നുമില്ല. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു രണ്ട് PDF, അതായത് 2 പേജിലായിട്ട് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഈ ഒരു പാസ്റ്റ് ആൻഡ് ഹിസ്റ്ററി എന്നുള്ള ടോപ്പിക്കിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് പരീക്ഷയ്ക്ക് എഴുതുക. എല്ലാവർക്കും ഉന്നത വിജയം ആശംസിക്കുന്നു. അപ്പോൾ ഇനി ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തത്, അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ, ആഡ് ചെയ്യണമെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ രീതി മാറ്റണമെന്നുണ്ടെങ്കിൽ, അതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത്, അതെല്ലാം നിങ്ങളുടെ ഈ ഒരു ചാനലിൻ്റെ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ. സോ ലെറ്റ്സ് ക്ലോസ് ദിസ് ക്ലാസ്. താങ്ക് യു.